എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നാടൻ ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണ്ണിയപ്പത്തിന് ആവശ്യമായ ശർക്കര അല്പം വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ചെറുപഴം, തേങ്ങാക്കൊത്ത്, ജീരകം, ഏലയ്ക്ക, കുതിർത്ത പച്ചരി, അല്പം മൈദ, ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പച്ചരിയും ശർക്കരയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഈ രീതിയിലാണ് മാവ് അരച്ചെടുക്കേണ്ടത്. അല്പം തരിയോടുകൂടി വേണം മാവ് അരച്ചെടുക്കാൻ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം. ഞാനിത് രാവിലെയാണ് അരച്ച് വെക്കുന്നത്. വൈകുന്നേരമാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുപഴം നന്നായി അരച്ചെടുത്ത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനായി പാത്രം അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ശരിയായ രീതിയിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഉണ്ണിയപ്പം ഇതുപോലെ തനിയെ തിരിഞ്ഞു വരുന്നതാണ്. ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, സോഫ്റ്റുമാണ്.